ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നമ്മളുടെ എക്സാമിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഉത്തരം. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു, ഒരു 4 ക്വസ്റ്റ്യൻ. ഇനി ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അഥവാ 22 തൊട്ട് 29 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിൽ കുറച്ച് നമ്മൾ ചെയ്തു. ഇനി അതിൻ്റെ ബാക്കിയായിട്ട് 25 വരെയുള്ള നമ്മൾ ചെയ്തു. ഇനി 23, 24, 25 വരെ കഴിഞ്ഞ് ഇനി 26, 27, 28, 29 4 കൂടി. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ ആൻസർ കീകളൊക്കെ നമ്മളുടെ SLC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന നമ്മളുടെ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം കൂടി നോക്കാം കേട്ടോ. അതുകൂടി കഴിയുമ്പോൾ നമ്മളത് കഴിഞ്ഞു. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 cm. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 ആംഗിൾ 55 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ആസ് ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. ആരും 2 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. 2 കോണുകൾ 55 ഡിഗ്രി 75 ഡിഗ്രിയുമായ ഒരു ത്രികോണം വരച്ച് 3 വശങ്ങളും വൃത്തത്തെ തൊടുന്ന രീതിയിലുള്ള വീതം, തൊടുന്നകത്തൊക്കെ വീതം അല്ലേ, 3 വശങ്ങളും വൃത്തത്തെ തൊടുന്ന വരകൾ ആകത്തൊക്കെ വിധം എന്നാണ് കേട്ടോ. തൊടുവരകൾ ആകത്തൊക്കെ വിധം. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അക്ഷരം മാറിപ്പോയി, ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റൊന്നുമല്ല കേട്ടോ. വൃത്തത്തിൻ്റെ തൊടുവരകൾ ആകത്തൊക്കെ വിധം വരക്കുക. അഥവാ നമ്മൾ വരക്കുന്ന ഈ 3 വശങ്ങളും വൃത്തത്തിൻ്റെ തൊടുവര ആവണം. തൊടുവര എന്ന് പറയുമ്പോൾ ഏതാ ചാപ്റ്റർ? ടാൻജൻസിൽ എങ്ങനെ നമ്മൾ വരയ്ക്കുക? 180 മൈനസ് ചെയ്തിട്ടാണ് വരയ്ക്കുക അല്ലേ. അപ്പോൾ ഈ 55ൻ്റെ ആംഗിൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 180 നമ്മൾ 55 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 125 കിട്ടും. അതേപോലെ തന്നെ 180 75 നമ്മൾ മൈനസ് ചെയ്യണം. 180 75 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 105 എന്നും കിട്ടും. ഈ 2 കോണുകൾ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെ തന്നെയാണോ നിങ്ങൾ വരച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. തൊടുവര എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ടാൻജൻ്റ് ആണ്. നമ്മൾ എപ്പോഴും പറഞ്ഞാണ് സർക്കിളുണ്ട് ടാൻജൻ്റ് ഉണ്ട്. നന്നായിട്ട് വരച്ച് പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ഏകദേശം വരയ്ക്കാൻ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ റേഡിയസ് വരച്ചു, സർക്കിൾ വരച്ചു. ഇനി നമുക്കൊരു റേഡിയസ് വരയ്ക്കാം. ഈ റേഡിയസിൽ നമ്മൾ നേരത്തെ 180 നിന്ന് മൈനസ് ചെയ്ത് വെച്ചിട്ടുള്ള 2 കോണുകളുണ്ടല്ലോ, ആ 2 കോണുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഫസ്റ്റത്തെ 55ആണ്. 55ന് 180 നിന്ന് മൈനസ് ചെയ്തപ്പോൾ 125 കിട്ടി. അപ്പോൾ 125 ഞാൻ മാർക്ക് ചെയ്തു. സർക്കിളിൽ ടച്ച് ചെയ്യുന്ന വരെ മതി കേട്ടോ. ഞാൻ ഈ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ വരക്കുന്നതുകൊണ്ട് പോയി വരച്ചു എന്നുള്ള അറ്റത്തുനിന്ന് രണ്ടാമതൊന്ന് സ്കെയിൽ എടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. ഓക്കെ, സർക്കിളിൽ ടച്ച് ചെയ്യുന്ന വരെ മതി കേട്ടോ നിങ്ങൾ വരക്കുമ്പോൾ. പിന്നെ 75ൻ്റെത് 105 വരച്ചു. ഇനി ഈ 3 മൂലയിലും ഓരോ ഈ 3 പോയിന്റിലും ഓരോ ടാൻജൻറ്റുകൾ വരച്ചാൽ മതി, നമ്മളുടെ ആൻസർ കിട്ടും. ഓക്കെ, അത് ഞാൻ ഫസ്റ്റത്തെ ലൈനിൽ ടാൻജൻറ്റ് വരക്കണം. ടാൻജൻറ്റ് വരക്കുന്ന രീതി നമ്മൾ അന്ന് ആ വീഡിയോയിൽ പലവട്ടം പറഞ്ഞാണ്, ഇപ്പോഴും പറയാണ്. 90ൻ്റെ ലൈന് നിങ്ങൾ കറക്റ്റ് അതുമ്പോൾ വെച്ചിട്ട് കറക്റ്റ് പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടും ടാൻജൻറ്റ്. ഓക്കെ, 3 സൈഡിലും നമ്മൾ ടാൻജൻറ്റ് വരക്കണം കേട്ടോ. 3 സൈഡ് മീൻസ് 3 വേർട്ടെക്സിലൂടെ 3 പോയിന്റുകളിലും. വെക്കുമ്പോൾ ആ ടാൻജൻറ്റ് 90 ഡിഗ്രി കറക്റ്റ് ആ റേഡിയസുമ്മ വരുന്ന രീതിയിൽ വേണം വരക്കാൻ കേട്ടോ, വെക്കാനേ. അപ്പോഴാണ് ടാൻജൻറ്റ് റേഡിയസ് 90 ഡിഗ്രിയിൽ കിട്ടുക നമുക്ക്. ഇനി ഇപ്പുറത്തെ സൈഡിലൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രയാങ്കിളായി. ഇപ്പോൾ കണ്ടോ, വശങ്ങളൊക്കെ വൃത്തത്തെ തൊടുന്നില്ലേ? ഈ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും ആ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്നില്ലേ? നോക്കി, 3 വശങ്ങളും വൃത്തത്തെ തൊടുന്ന രീതിയിലല്ലോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത്. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ വരച്ചിട്ടും ഉണ്ടാവുക അല്ലേ. ഇവിടെ 125 വരച്ചു. അവിടെ നമ്മൾ 125 എടുത്തേ. ആംഗിളുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ആംഗിളുകൾ മാർക്ക് ചെയ്ത് വെക്കണം, അത് മറക്കരുതേ. ൻ്റെ ഓപ്പോസിറ്റ് അവിടെയാണ് നമ്മളുടെ 55 വരിക. ഇപ്പോഴത്തെ എത്ര വരും? 75 വരും കേട്ടോ. എല്ലാവരും വരച്ചിട്ടില്ലേ? ഓക്കെ, ദെൻ അടുത്തത് 27ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ദ കോഡ് ABCD ആൻഡ് MN intersect at P. PA equal to 12 cm,
എ ബി ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ, പി ഡി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ചിത്രത്തിൽ എ ബി സി ഡി എം എൻ എന്നീ ഞാണുകൾ പിയിൽ മുറിച്ച് കിടക്കുന്നു. പി എ 12 സെൻറ്റിമീറ്റർ, എ ബി 15 സെൻറ്റിമീറ്റർ, പി ഡി 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി. പി സിയുടെ നീളം കാണുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി. സി ഡിയുടെ നീളം കാണുക. ഇഫ് പി എം ഈക്വൽ ടു പി എൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എം എൻ. പി എം ഈക്വൽ ടു പി എൻ ആയാൽ എം എന്നിൻ്റെ നീളം കാണുക. ഇതാണ് നമ്മുടെ ചോദ്യം. സർക്കിളിൻ്റെ ഉള്ളിൽ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുന്നുണ്ടോ മക്കളെ? നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട ഇക്വേഷൻ ഏതാ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, വൃത്തത്തിൻ്റെ ഉള്ളിൽ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മൈൻഡിലേക്ക് ഓടിയെത്തേണ്ട ഇക്വേഷൻ ഏതാണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ഇനി നമുക്കിവിടെ എല്ലാ ലെങ്ത്തുകളും തന്നിക്കണമെന്നുള്ള, അല്ലെങ്കിൽ എല്ലാ ലെറ്റർ സൈഡുകളും തന്നിക്കണം. പി എ തന്നിക്കണോ? പി എ തന്നിക്കണോ? പി എ തന്നിക്കണേ. പി ബി തന്നിക്കണോ? ഇല്ല, പി ബി തന്നിട്ടില്ല. പിന്നെ പി സി തന്നിക്കണോ? പി സി ആണ് കാണേണ്ടത്. പി ഡി തന്നിക്കണോ? പി ഡിയും തന്നിക്കണേ. അപ്പോൾ നമുക്ക് പി ബി ഒന്ന് കണ്ടാലോ? പി ബി കാണാൻ നോക്കിയാൽ എ ബി തന്നിക്കണേ. ടോട്ടൽ ലെങ്ത്ത് അതെത്രയാ? 15 അതിൽ പി എ 12 അപ്പോൾ 15 12 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. കണ്ടോ? അപ്പോൾ പി ബി എത്രയാ? 3. പി എ 12. പി ബി എന്ന് പറയുന്നത് എ ബി എന്ന് പി എ കുറച്ചാൽ മതി. അപ്പോൾ 15 12 പോയാലും 3. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. പി ഡി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു. 12 ഇൻറ്റു 3 ഈക്വൽ ടു പി സി ഇൻറ്റു 8. 12 ഇൻറ്റു 3 എത്രയാ? 36. 36/8 എന്ന് കിട്ടും. 36 നമുക്ക് 8 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പോയിന്റ് സംഖ്യയാണ് നമുക്ക് കിട്ടുക കേട്ടോ. 4.5 കിട്ടും. സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്താൽ മതി. 36/8. 4 8 32. 6 2 പോയാൽ 4, 0 ഇടുക, പോയിന്റ് ഇടുക, 5 8 40. കണ്ടോ? 4.5 വന്നു കിട്ടും. അപ്പോൾ പി സിയുടെ നീളം എത്രയാ? 4.5. ഇനി അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സി ഡിയുടെ നീളമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി. പി സി കിട്ടി, പി ഡിയും കിട്ടി. അപ്പോൾ രണ്ടും കൂട്ടിയാൽ പോരെ? പി സി പ്ലസ് പി ഡി കൂട്ടിയാൽ മതി, അതാണ് സി ഡി. അപ്പോൾ 4.5ക്ക് 8 കൂട്ടിയാൽ മതി, 12.5 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് പി എം. ഇനി ഇതിലും നമ്മൾ വേറൊരു കോഡ് എടുക്കുകയാണ്, എം എൻ എന്ന് പറയുന്ന കോഡ്. അതിലും നമ്മൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എം ഇൻറ്റു പി എൻ. പി സി ഇൻറ്റു പി ഡിക്ക് പകരം ആര് വരും? പി എം ഇൻറ്റു പി എൻ വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇതിൽ പി എമ്മും പി എന്നും ഈക്വൽ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ രണ്ടിനും ഞാൻ എക്സ് എന്ന് എടുത്തു. ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. പി എ എത്രയാണ്? 12. പി ബി 3. പി എം എക്സ് ആണ്, പി എൻ എക്സ് ആണ്. അപ്പോൾ അതാ ഇങ്ങനെ വരും. 12 ഇൻറ്റു 3 36. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. സ്ക്വയർ കളയാൻ റൂട്ട് എടുത്തു. അപ്പോൾ റൂട്ട് 36 ഈക്വൽ ടു എക്സ്, അഥവാ 6 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 6. അപ്പോൾ പി എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? എം എൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 6 6 കൂട്ടിയാൽ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ പി എം എം എൻ 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 6 6 കൂട്ടിയാൽ മതി. ഇവിടെ 6 ഇവിടെ 6. അപ്പോൾ 6 6 എത്രയാ? 12. എം എൻ ഈക്വൽ ടു 12. എം എൻ ഈക്വൽ ടു 12. എം എൻ ഈക്വൽ ടു 12. ഓക്കെ, ഇനി 28th ക്വസ്റ്റ്യൻ അല്ലേ? 28ാമത്തെ ചോദ്യം. എ ബോയ് സ്റ്റാൻഡിങ് അവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് സീ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 degree. Stepping 25 meter forward, he see the top of the building at an angle of elevation 70 degree. Height of the boy is 1.6 meter. ഒരു കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും അകലെ നിൽക്കുന്ന ഒരു കുട്ടി കെട്ടിടത്തിന്റെ മുകളറ്റം 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിന്റെ മുകളറ്റം കണ്ടത്. കുട്ടിയുടെ ഉയരം 1.6 മീറ്റർ ആണ്. ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ബിൽഡിംഗ് വെൻ സീ ദ ടോപ്പ് ഓഫ് അറ്റ് ആൻ എലവേഷൻ 70 ഡിഗ്രി. 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിന്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലം എന്ത്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിന്റെ ഉയരം എന്ത്? അപ്പോൾ ആദ്യം നമുക്ക് ഒരു റഫ് ഫിഗർ വേണം. കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടീനെ വരക്കണം. ഇവിടെ കുറച്ച് അകലെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ മുകളറ്റം ആ കുട്ടി കണ്ട ഫസ്റ്റത്തെ ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. ദ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 35 ആണ്.
ആ കുട്ടി ഒരു 25 മീറ്റർ മുമ്പിലോട്ട് മാറി, 25 മീറ്റർ മുമ്പിലോട്ട് മാറി. എന്നിട്ട് നോക്കിയപ്പോൾ കണ്ടത് 70-ലാണ്. ഇങ്ങനെ വരും നമ്മളുടെ ചിത്രം. ഞാൻ അതിനൊക്കെ ഒരു വാല്യൂ കൊടുത്താണ് അവർ പറഞ്ഞതനുസരിച്ച് കേട്ടോ. ABCD എന്നൊക്കെ നമ്മളൊരു പേര് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ വരച്ച അതേ ചിത്രം തന്നെ ഇവിടെ നോക്കി. 1.6 മീറ്റർ ഇത് കുട്ടിയുടെ ഉയരാണ്. 1.6 FA എന്ന് പറയുന്നതും അതേപോലെ തന്നെ CD എന്ന് പറയുന്നതും അത് കുട്ടിയുടെ ഉയരാണ്. അത് 25 മീറ്റർ ആണ് മുമ്പിലോട്ട് മാറിയത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 25 ഇവിടെ 25 എന്ന് കൊടുത്തത്. ഇവിടെ 1.6. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് വെൻ സീ ദ ടോപ്പ് ഓഫ് ദ എലവേഷൻ. ഇനി മക്കളെ ഞാൻ ഇവിടെ കുറച്ച് ആംഗിൾ കൂടി അളവപ്പെടുത്തിയാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആംഗിളുകൾ ഞാനൊന്ന് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയെന്ന് മനസ്സിലാവണം. ഈ 35 നമുക്ക് ആദ്യം തന്നതാണ്, 70 നമുക്ക് ആദ്യം തന്നതാണ്, 25 നമുക്ക് ആദ്യം തന്നതാണ്, 1.6 നമുക്ക് ആദ്യം തന്നതാണ്. ഓക്കെ, ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 110 ആയിരിക്കും. കാരണം ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഒരു നേർരേഖയുടെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? അത് 180 ആണ്. അപ്പോൾ ഒരു ഭാഗത്ത് 70 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എത്രയാ? 110 ആയിരിക്കും. അപ്പോൾ 180 ആയി. ഇനി നോക്കിയാൽ 110ഉം 135 എത്രയായി? 145 ആയി അല്ലേ? അത് 180 ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയേ. 10ന്ന് 5 പോയാൽ 5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തുകൊണ്ട് 7 അല്ലേ? 7ന്ന് 4 പോയാൽ 3. അപ്പോൾ മുകളിലും എത്ര വരും? 35 വരും. അപ്പോൾ ഇങ്ങോട്ട് ശരിക്കും നോക്കിക്കോട്ടോ. അപ്പോൾ ഈ EFG എന്ന് പറയുന്ന ത്രികോണം ഏതാണ്? EFG എന്ന് പറയുന്ന ഈ ത്രികോണം എന്ത് ത്രികോണാണ്? ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമായിട്ട് മാറി. കാരണം ഇവിടെയും 35 ആണ്, ഇവിടെയും 35 ആണ്. രണ്ടറ്റത്തും 35 ആണെന്നുണ്ടെങ്കിൽ ഈ 35ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ ഈ 35ന് ഓപ്പോസിറ്റ് 25 ആണെന്നുണ്ടെങ്കിൽ ഈ 35ന് ഓപ്പോസിറ്റ് എത്രയാണ്? 25 ആണ്. അപ്പോൾ EGയുടെ നീളം 25. EGയുടെ നീളമല്ല നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനും വേണ്ടി ഞാൻ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ 70 ആയതുകൊണ്ട് ഇപ്പുറത്ത് 110. ഇവിടെ 70 ആയതുകൊണ്ട് അപ്പുറത്ത് 110 വരും. പിന്നെ 110 135 വരുമ്പോൾ ഇവിടെ വീണ്ടും 35 വരും. അപ്പോൾ രണ്ട് കോണുകൾ തുല്യമാകുമ്പോൾ രണ്ട് സൈഡുകളും ഈക്വൽ ആവും. ഐസോസിലസ് സമപാർശ്വം. ഇവിടെ 25, അപ്പോൾ ഇവിടെ 25. ഇനി നമുക്ക് കാണേണ്ടത് ആരെയാ? കെട്ടിടത്തിൻ്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലം അഥവാ ED ആണ് കാണേണ്ടത്. ആരെ നമുക്ക് തന്നിക്കണം? EG നമുക്ക് തന്നിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ആംഗിളുകൾ നമ്മൾ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി ഫോം ചെയ്തിട്ടൊക്കെ വേണ്ട. അത് ഒരുപാട് ടൈം കൊടുക്കും, കുറേ ചെയ്യാനുണ്ട്, ഭയങ്കര പണിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. നമ്മളുടെ വീഡിയോ കണ്ടവരൊക്കെ ഇങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 25 ആണ്. അപ്പോൾ 70ന്റെ അഡ്ജസൻറ്റ് സൈഡ് സമീപവശം കാണണം ഹൈപ്പോട്ടനസ് തന്നിക്കണം. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് കാണണം. ഇവിടെ 90 ഡിഗ്രി അല്ലേ വരിക? ഹൈപ്പോട്ടനസ് തന്നിക്കണേ. സമീപവശം കാണണം കർണം തന്നിക്കണേ. അപ്പോൾ കോസ് ഉപയോഗിക്കാം. കോസ് 70 = ED/EG എന്ന് വരും. കോസ് 70ന്റെ വാല്യൂ എവിടെ? ഇവിടെ തന്നിട്ടില്ലേ? സൈൻ 70 കോസ് 70 0.34. അതേപോലെ തന്നെ EG 25 ആണ്. ഓക്കെ, ഇനി ഈ 25നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പം 34നെ ഒരു 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പോയിന്റ് കളഞ്ഞിട്ട് ഗുണിച്ചാൽ മതി കേട്ടോ. 4 20ക്ക് 0, ശേഷം 2 വരും. 5 15ഉം 2ഉം 17 കിട്ടും. 1 4 4 24 8, 1 3 3 23 6, 0 7 7 14 1 15ക്ക് 5 ഇഷ്ടം 1, 6ഉം 1ഉം 7ഉം 1ഉം 8. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 8.50 അഥവാ 8.5. അപ്പോൾ ED കിട്ടി 8.5 അഥവാ ഈ കുട്ടിയും ബിൽഡിങ്ങും തമ്മിലുള്ള അകലം കിട്ടി. എപ്പോഴാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? 70 ഡിഗ്രി കോണാകുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 25 ആണ്. ഇവിടുത്തെ ആയിരുന്നു നമുക്ക് കണ്ടത്. അത് 8.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്? 8.5 ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, കെട്ടിടത്തിൻ്റെ ഉയരം കാണാനാണ്. നോക്കി, 70ന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം ഹൈപ്പോട്ടനസ് തന്നിക്കണം. എതിർവശവും കർണവും തമ്മിലുള്ളത് ഏതാ? സൈൻ ആണ്. അപ്പോൾ സൈൻ 70 = GD/GE എന്ന് വരും. അതിൽ 70ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 0.94 ആണ്. GE എന്ന് പറയുന്നത് 25 ആണ് കൊടുത്തു. നേരത്തെ പോലെ 25നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. പിന്നെ 94നെ 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 20ക്ക് 0 ഇഷ്ടം 2 വരും. 9 5 45 2 47. 1 4 4 24 8, 1 9 20 18, 0 7 7 14 1 15ക്ക് 5 ഇഷ്ടം 1, 8 4 12 1 13ക്ക് 3 ഇഷ്ടം 1 1 2.
2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 23.50 എന്ന് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ജി ഡിയുടെ നീളമാണ്. ജി ഡി ആണ് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ ഉയരമാണ്. കെട്ടിടം എന്ന് പറയുമ്പോൾ ജി ഡി മാത്രമല്ല, ഈ കുട്ടിയുടെ ഉയരം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കെട്ടിടം വായുവിൽ നിൽക്കൂലല്ലോ. അപ്പോൾ ഈ 23.5ക്ക് നമ്മൾ ആരെയും കൂടിയും കൂട്ടണം, 1.6 കൂടിയും കൂട്ടണം. അപ്പോൾ 6ഉം 5ഉം 11ക്ക് 1 ശിഷ്ടം 1 പോയിന്റ് വരും. 3 1 4, 4 1 5, 25.1 എന്ന് കിട്ടും. അപ്പോൾ കെട്ടിടത്തിൻ്റെ ഉയരം എത്രയാ? 25.1 ആണ്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, കെട്ടിടത്തിൻ്റെ ഉയരം കൂട്ടണം എന്ന് പറഞ്ഞല്ലോ. 23.5ക്ക് 1.6 കൂട്ടിയാൽ 25.1 മീറ്റർ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ പാറ്റേൺ മോഡൽ വരുന്നൊരു ചോദ്യമാണ്. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ 2025 SLC എക്സാമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രിഗണോമെട്രി ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ ആൻഡ് കോസ് ആർ കോൾഡ് കൊസീക്കൻഡ് ആൻഡ് സീക്കൻഡ്. നിങ്ങൾ പഠിക്കാത്തൊരു സാധനമാണ്, അതുകൊണ്ടാണ് ഈ കൺസെപ്റ്റ് നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് കേട്ടോ. സൈന് കോസ് ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്രോക്കലാണ് കൊസീക്കും സീക്കൻഡും. ദ റെസിപ്രോക്കൽ ഓഫ് ടാൻ ഈസ് കോൾഡ് കോട്ടാൻജൻറ്റ്. ദേ ആർ ഷോർട്ടഡ് ആസ് കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട്. ത്രികോണമിതിയിൽ ഒരു കോണിന്റെ സൈന്, കോസ് എന്നിവയുടെ വിൽക്രമങ്ങൾക്ക് കൊസീക്കൻഡ്, സീക്കൻഡ് എന്നിങ്ങനെയാണ് പേരുകൾ. ടാൻ വിൽക്രമത്തിന് കൊട്ടാൻജൻറ്റ് എന്നും ഇവയെ ചുരുക്കി കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിങ്ങനെയുമാണ് എഴുതുന്നത്. അതായത് കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin x ആണ്, സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos ആണ്, കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ എബവ് ഡീറ്റെയിൽ. ഈ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചുവടെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഇതാണ്, സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് കാണണം. ഓക്കെ, അപ്പോൾ മക്കളിവിടെ റെസിപ്രോക്കലിൻ്റെ ആ സാധനം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സൈൻ എക്സിന് സൈൻ എക്സ് തന്നെ എഴുതാം. എന്താണ് കൊസീക്ക് എക്സ്? അത് 1/sin ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ സൈൻ എക്സും സൈൻ എക്സും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. പിന്നെ ആരാ ഉള്ളത്? 1. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൊസീക്ക് 60 കാണാനാണ്. കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ, കൊസീക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/sin എന്ന് എഴുതാം. അപ്പോൾ കൊസീക്ക് 60 എങ്ങനെ വരും? 1/sin 60 എന്ന് വരും. ഓക്കെ, ഇനി 60ൻ്റെ ട്രയാങ്കിൾ നമുക്കൊന്ന് വരച്ചിട്ട് 60ൻ്റെ റൂട്ട് വാല്യൂസ് കൊടുത്തു. 30ന് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. ഇനി സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 60 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കാരണം, അപ്പോൾ √3/2 എന്ന് കിട്ടും. അപ്പോൾ 1/√3/2. ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കണ്ടേ, കാരണം ഫ്രാക്ഷണൽ നമ്പറായിട്ട് ഡിവിഷൻ വരുമ്പോൾ 1 × √3/2 എന്താവും? 2/√3 എന്നാവും. 1 × 2 എന്താണ്? 2 ആണ്. അപ്പോൾ 2/√3 അത് കിട്ടി. ഇനി അടുത്തത് കോട്ട് 45 ആണ്. കോട്ടിൻ്റെ കോട്ട് പറയുന്നത് എന്താ? 1/tan ആണ്. അപ്പോൾ 1/tan 45. 45 90 വന്നു കഴിഞ്ഞാൽ 1:1 ആണ്. ടാൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, എതിർവശം ബൈ സമീപവശമാണ്. 1/1 എന്ന് വരും. അത് 1 ആണ്. 1/1 എത്രയാ? 1. അപ്പോൾ കോട്ട് 45 എത്രയാണ്? 1 ആണ്. ദെൻ ലാസ്റ്റ് 1, സീക്ക് 60 മൈനസ് കൊസീക്ക് 30. സീക്ക് എന്ന് പറയുന്നത് എന്താ? 1/cos ആണ്. കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ്. ഓക്കെ, 1/cos. അപ്പോൾ സീക്ക് 60 1/cos 60യും കൊസീക്ക് 30 എന്തായി? 1/sin 30. ഇനി ഞാൻ അതിൽ വാല്യൂ എടുക്കണം കേട്ടോ. കോസ് 60 പറഞ്ഞാൽ എന്താ? കോസ് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സമീപവശം ബൈ കർണാണ്. 60ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എത്രയാ? 1 ആണ്. ഹൈപ്പോട്ടനസ് എത്രയാ? 2 ആണ്. അപ്പോൾ cos 60 1/2 വരും. ഇനി sin 30 എന്ന് പറയുമ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടനസ് 2 ആണ്. അതും 1/2 വരും. 1 1/2 മൈനസ് 1 1/2 എന്ന് പറയുമ്പോൾ 0 നമുക്ക് ഡയറക്റ്റ്ലി ചെയ്ത് ഞാനിതിനെ റെസിപ്രോക്കലായിട്ടൊക്കെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 1/2 2/1 ആവും. ദെൻ 2 - 2 എന്ന് വരും. 2 - 2 0 ആണ് അല്ലേ? അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് നമുക്ക് 1 കിട്ടി. കൊസീക്ക് 60 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 2/√3 കിട്ടി. കോട്ട് 45 എന്ന് പറയുന്നത് 1 കിട്ടി. പിന്നെ സൈൻ 60 മൈനസ് സീക്ക് 60 മൈനസ് കൊസീക്ക് 30 എന്ന് പറയുന്നത് 0യും കിട്ടി. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മളുടെ ഈ കഴിഞ്ഞ 2025 നമ്മളുടെ SSLC എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതിൽ അങ്ങനെയല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ള മോഡലുകൾ ക്വസ്റ്റ്യൻസുകളാണ് ഇതിലുള്ളത്. ഒരു ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്കൊരു ഔട്ട് സൈഡ് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ, 29ാമത്തെ ചോദ്യം. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മളുടെ 6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഓക്കെ, എല്ലാ മോഡലുകളും നമ്മൾ ചെയ്താണ്. നമ്മളുടെ വീഡിയോ കണ്ടവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ പറയണം കേട്ടോ.
നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നല്ല മാർക്ക് കിട്ടി പഠിച്ച് നല്ല നിലയിൽ എത്താൻ കഴിയട്ടെ. ഓക്കെ. +1 നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ തന്നെ സീറ്റുകൾ കിട്ടി നല്ലതുപോലെ എന്ത് ചെയ്യാൻ പറ്റുക, പഠിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനുകളിലെത്തി നല്ലതുപോലെ ജോബ് ചെയ്ത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നിങ്ങൾ +1 സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സയൻസിലെ മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ ചാനലുണ്ട്. +1 മാത്തമാറ്റിക്സ്, +2 മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഇനി വേറെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കാണണമെന്ന് ഞാൻ വാശി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാം, ആൻസറുകൾ കാണണമെന്നുണ്ടെങ്കിൽ കാണാം. ഇനി വേറെ വല്ല വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണാം. ഇതേ കാണാവുന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. യൂട്യൂബിൽ പല ആളുകളും പല വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ പഠിക്കുക, നല്ല നിലയിലെത്തുക, അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.